അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്ന് ഞാൻ താണ്ട ഒരു മിനി വ്ളോഗാണ് കേട്ടോ. അതായത് ഇത് ഞാൻ ഒരു പെരുന്നാളിൻ്റെ ടൈമിൽ ഞാനിത് വാങ്ങിയതാണ്. പക്ഷേ എനിക്കിപ്പോഴാണ് അത് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. അന്നേ ഞാൻ വാങ്ങിച്ചിട്ട് ഇത് ഇടണമെന്ന് വിചാരിക്കും. പക്ഷേ വേറെ കുറച്ച് കാരണത്താൽ ബിസി ആയത് കാരണം ഇതിപ്പോഴാണ് എനിക്ക് ഇടാൻ ഒരവസരം കിട്ടിയത്. അതുപോലെ തന്നെ ഇത് ഞാൻ ട്രെൻഡിയോളിൽ നല്ല ഓഫർ പ്രൈസിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ്. കാരണം ഞാൻ ഇതൊരു ഷെമ്മി സോൺ എന്ന് പറയുന്ന ഒരു വ്ളോഗറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേ ഞാൻ ട്രെൻഡിയോളിൽ കയറി നോക്കും. പക്ഷേ അപ്പോഴേക്കും അതിനൊക്കെ നല്ല വില കാരണം ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു, കാർട്ടിൽ ആഡ് ചെയ്തിട്ടേക്കുമായിരുന്നു. പിന്നെ ഞാൻ പെരുന്നാളിൻ്റെ സമയത്ത് രണ്ടും കൽപ്പിച്ച് എനിക്ക് കുക്ക് വെയർ സെറ്റ് വാങ്ങണം എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് നോക്കിയപ്പം അങ്ങനെ തന്നെ ഒരുപാട് സെർച്ച് ചെയ്ത്, ഇത് മാത്രമല്ല വേറെയും കുറേ സെർച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഇത് ഓഫറിൽ കണ്ട്. ഞാൻ ആ ടൈമിൽ തന്നെയാണ് ട്രൈപോഡ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഇതും നല്ലൊരു ഓഫർ പ്രൈസിൽ കിട്ടി. പിന്നെ ഇത് ഞാൻ ആദ്യം തന്നെ അത് പറയുകയാണ്, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം ഞാൻ ഒരു യൂട്യൂബിലോ തുടക്കക്കാരി മാത്രമാണെന്ന്. അപ്പോൾ എനിക്ക് ഇതിന് പെയ്ഡ് പ്രൊമോഷനായിട്ടുള്ള വീഡിയോയുടെ ഓപ്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ഞാൻ തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ കുക്ക് വെയർ സെറ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ട്രെൻഡിയോളിൽ ബൊനേറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഇത്. അത്യാവശ്യം പ്രൈസുണ്ട് ഇതിന്. പക്ഷേ എനിക്ക് ഈദിൻ്റെ ടൈമിൽ നല്ല ഓഫർ നടന്നപ്പം ഞാനിത് വാങ്ങിയതാണ്. അപ്പം എനിക്ക് അഫോർഡബിൾ കിട്ടിയായിരുന്നു. ഒരു 200 ദിർഹംസിൻ്റെ അകത്തേ ഉള്ളായിരുന്നു കേട്ടോ. നോർമലി എല്ലാത്തിൻ്റെയും പോലെ തന്നെ, പക്ഷേ ഇതിൻ്റെ ഗുഡ് ക്വാളിറ്റി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ അടുപ്പുകൾക്ക് ചിലതിനൊക്കെ നമുക്ക് ഇതുപോലെ സ്ക്രൂ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഇത് 8 പീസ് സെറ്റാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്ക്രൂ ഇടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റിയില്ലായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ അപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുവാണെങ്കിൽ 7 പീസ് മാത്രമേ ഉള്ളൂ, 8 പീസ് എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷെ പിന്നെയാണ് അറിയുന്നത് ഇതിൻ്റെ അടിയിലൊരു ചെറിയ ബോക്സിൽ ഇപ്പം ഞാൻ തൊട്ട ബോക്സ് അത് ഞാൻ അൺബോക്സ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ലാസ്റ്റ് എല്ലാം എടുത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഹെവിനെസ് കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചത് ഇതിനകത്താണ് ആ ചെറിയ ഒരു ബോളുള്ള എന്ന്. പക്ഷെ അതിൻ്റെ സ്ക്രൂ ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. ഞാൻ ഇടുന്ന സമയത്ത് എവിടെയോ അത് തറയിൽ വീണ് പോയി. പിന്നെ നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതും അൺബോക്സ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം. അതോടൊപ്പം എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലോ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ഏകദേശം ഇപ്പം യൂട്യൂബ് തുടങ്ങിയിട്ട് അൽഹംദുലില്ലാ ഇതുവരെ ഞാൻ വീഡിയോസ് ഇടാൻ മുടങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാൻ മറക്കല്ല കേട്ടോ.